ഹലോ, ഇന്നത്തെ വീഡിയോ ക്രോസ് പീസ് എങ്ങനെ വെട്ടാമെന്നുള്ളതാണ് കേട്ടോ. നെക്ക് നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ചെറുതായിട്ട് ഞാൻ ചെയ്യാനൊരു സിമ്പിൾ മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. ഒരിക്കലും നമുക്ക് ക്രോസ് പീസിൽ തുണി സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. അല്ലാതെ തുണി സ്കെയിൽ സൈഡിലായിട്ട് വെച്ചിട്ട് വേണം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ അതുപോലെ 2 ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. 2 എണ്ണത്തിൻ്റെ ആവശ്യമില്ല, ഇതിപ്പോൾ ജസ്റ്റ് കാണിക്കണേണല്ലോ. അപ്പോൾ 2 എണ്ണത്തിൻ്റെ ആവശ്യമില്ല, 2 ക്രോസ് പീസ് വരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ. ക്രോസ് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണം എടുക്കുമ്പോൾ ഞാനിവിടെ നേരെ എടുത്ത് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ തുമ്പ് വെട്ടിക്കളയാണ് ചെയ്യണത്. എന്നിട്ടത് മടക്കി എടുത്തിട്ടാണ് പിന്നെ നെക്കിലോട്ട് വെക്കണത്. അത് നമ്മൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുക്കാൻ പോണത്. ക്രോസ് പീസിൻ്റെ നല്ല വശത്ത്, നെക്കിൻ്റെ നല്ല വശത്ത് വേണം കേട്ടോ ക്രോസ് പീസ് വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ നിവർത്തി വെച്ചും അടിക്കാം, മടക്കി വെച്ചും അടിക്കാം. ഞാൻ അടിക്കണത് ഇവിടെ 2ാമത്തെ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നെക്ക് നല്ല വശത്ത് അതെടുത്ത് വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ചിൽ അടിച്ചു കൊടുക്കുക. ആ നെക്കിൻ്റെ ചുറ്റും 1/4 ഇഞ്ചിൽ അടിച്ചു കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടിച്ചതിന് ശേഷം അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, സിമ്പിളായിട്ട് 1/4 ഇഞ്ചിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചതിന് ശേഷം ഞാൻ ചെയ്യാറുള്ളത് ബാക്കിലോട്ട് മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയാണ്. അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഹെമ്മാണ് ചെയ്യാറുള്ളത്. ഹെമ്മിങ് ചെയ്താണ് കൊടുക്കാറുള്ളത്. ഒരിക്കലും അടിച്ച് വെക്കണേക്കാളും നല്ലത് എപ്പോഴും ഹെമ്മ് ചെയ്യുമ്പോഴായിരിക്കും ഫ്രണ്ടിൽ കുറച്ച് ഫിനിഷിങ് ലുക്ക് കിട്ടണത്. ബാക്കിൽ അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഫ്രണ്ടിൽ എപ്പോഴും നമ്മൾ ഹെമ്മ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ലുക്ക് കിട്ടണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു.